അവളെ സ്വീകരിക്കാൻ തയ്യാറാവുന്നതിന് മുന്നേ നീ എല്ലാം അറിയണം. ഞാനിത് വിശ്വസിക്കില്ല. എൻ്റെ ഒരു തോന്നി സംസാരിക്കാൻ കഴിയില്ലെന്ന് ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾ എൻ്റെ അടുത്ത് കള്ളം പറയുന്നല്ലേ? അല്ല നവി, ഞങ്ങൾ ആരും തൻ്റെ അടുത്ത് കള്ളം പറയുന്നതല്ല. താൻ എത്രയോ തവണ അവളുടെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടുണ്ട്. എന്തെങ്കിലും റിപ്ലൈ അവൾ തൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ? അത് അവൾക്ക് എന്നോട് ദേഷ്യമുള്ളതുകൊണ്ടല്ലേ, അല്ലാതെ അവൾക്ക് സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് അതുകൊണ്ടൊന്നും ആയിരിക്കില്ല. നവീൻ, തൻ്റെ ഇമോഷൻസ് എനിക്ക് മനസ്സിലാകും. പക്ഷെ താനിത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അവൾക്ക് ഇപ്പോൾ സംസാരിക്കാൻ കഴിയില്ല. ഇപ്പം സംസാരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്രത മുന്നേ സംസാരിക്കുമായിരുന്നു. സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ആവാൻ വേണ്ടി മാത്രം എന്താ പറ്റി നമ്രതയ്ക്ക്? പറയാം, എല്ലാം ഞാൻ പറയാം. ഞങ്ങളുടെ നമ്മു ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. അവള് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടിയായിരുന്നു. എൻ്റെ ശിവയിനേക്കാളും കൂടുതൽ ആക്റ്റീവായിരുന്നു ഞങ്ങളുടെ നമ്മു. ഇവൾക്ക് കൊടുക്കുന്നതിനേക്കാളും സ്നേഹവും കെയറും കൊടുത്ത ഞാനും എൻ്റെ പേരൻസും നമ്മുവിനെ നോക്കിയത്. അതിന് ശിവയ്ക്കായാലും ഒരു പരാതിയോ പരിഭവം ഇല്ലായിരുന്നു. കാരണം അവൾക്കും ഞങ്ങളുടെ നമ്മുവിനെ അത്രയ്ക്ക് കാര്യമായിരുന്നു. ഞങ്ങളുടെ പേരൻസിന് ഈ സോഷ്യൽ സർവീസൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ അടുത്തുള്ള എല്ലാ ഓർഫനേജസിലും പോയിട്ട് അവിടുത്തെ കുട്ടികളെ കാണുകയും അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുകയും കളിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യുമായിരുന്നു ഞങ്ങളുടെ പേരൻസ്. ഇടയ്ക്കൊക്കെ ഞങ്ങളെയും കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ ഇവിടെ അടുത്തുള്ള ഒരു ഓർഫനേജിൽ വെച്ചാൽ ഞങ്ങളെല്ലാവരും നമ്മുവിനെ കാണുന്നതും പരിചയപ്പെടുന്നതും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങളെ കാണുമ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്ന് വാതുരാതെ സംസാരിച്ചിരുന്ന ഒരു കുറുമ്പി കുട്ടീനെ. ശിവയുടെ അതേ പ്രായമുള്ളൊരു കുട്ടി, എന്നാൽ ശിവനേക്കാളും കുറുമ്പി. എന്തോ ഞങ്ങൾക്കെല്ലാവർക്കും അവളോട് വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റും അടുപ്പവും സ്നേഹവും ഒക്കെ തോന്നി. എനിക്കായാലും ശിവയ്ക്കായാലും അവളെ വലിയ കാര്യമായിരുന്നു. എൻ്റെ ശിവനെ പോലെ തന്നെയാണ് ഞാൻ അവളെയും കണ്ടിരുന്നത്, എൻ്റെ സ്വന്തം അനിയത്തിയായിട്ട്. ശിവയായാലും മറ്റേത് ഓർഫനേജിൽ പോകുന്നതിനേക്കാളും അവള് നമ്മുള്ള ഓർഫനേജിൽ പോകാൻ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ പേരൻസ് നമ്മുവിനെ അഡോപ്റ്റ് ചെയ്തെടുക്കാൻ തീരുമാനിച്ചു. അന്ന് അവിടുത്തെ അതോറിറ്റീസിനെ അറിയിക്കുകയും അതിനുള്ള പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് നമ്മുവിനോട് പെർമിഷൻ ചോദിച്ചു. ഞങ്ങളുടെ കൂടെ വരാൻ അവളുടെ പെർമിഷനും ആവശ്യമായിരുന്നു. ഞങ്ങളെല്ലാവരും ആകാംക്ഷയോടെ അവളുടെ എസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഞങ്ങളെല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൾ അവിടെ ഒരു നുവ പറഞ്ഞത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പേരൻസിനായാലും ഞങ്ങൾക്കായാലും അത് വലിയൊരു ഷോക്ക് തന്നെയായിരുന്നു. എന്തുകൊണ്ടാണ് അവളത് അങ്ങനെ പറഞ്ഞതെന്ന് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല. ബിക്കോസ് ഷി വാസ് റിയലി ഹാപ്പി വിത്ത് അസ്. അങ്ങനെ റീസൺ അറിയാനായിട്ട് ഞങ്ങളുടെ പപ്പയും അമ്മയും അവളോട് തന്നെ പോയി ചോദിച്ചു എന്തുകൊണ്ടാണ് നോ പറഞ്ഞതെന്ന്. മോൾ എന്തുകൊണ്ടാ അങ്കിളിനെ ആൻറ്റിയുടെ കൂടെ വരണ്ടെന്ന് പറഞ്ഞ്? ഞങ്ങൾ ഇഷ്ടമല്ലേ മോൾക്ക്? ഇഷ്ടമല്ലാതിട്ടല്ല ആൻറ്റി, പക്ഷെ ഞാനൊരു അൺലക്കിയതല്ല. എനിക്കെന്തോ പ്രോബ്ലം ഉള്ളത് കൊണ്ടല്ലേ ഞാൻ ജനിച്ചപ്പോൾ തന്നെ എൻ്റെ പപ്പയും മമ്മയും എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. എന്നെ അവർ കൊണ്ടുവന്ന് കളയണമെങ്കിൽ ഞാൻ അവർക്ക് അൺലക്കി ആയിരിക്കില്ലേ ആൻറ്റി? അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് അൺലക്കി ആവാൻ പറ്റില്ലല്ലോ. നിങ്ങൾ എനിക്ക് ഒരുപാട് ഇഷ്ടം. ഞാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും പ്രോബ്ലംസ് വരില്ലേ, അതുകൊണ്ടാണ് ഞാൻ നോ പറഞ്ഞത്. ഒരു 12 വയസ്സുകാരി അവൾക്ക് എന്തോ ദോഷമുണ്ടെന്നും അതുകൊണ്ടാണ് അവളുടെ പേരൻസ് അവളെ കൊണ്ടുവന്ന് കളഞ്ഞതെന്നും അവൾ കൂടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കും ദോഷം വരുമെന്നും പറയുന്നത് കേട്ട് എൻ്റെ പേരൻസിന് അത്ഭുതമായി. ഈ ചെറുപ്രായത്തിലെ അവൾക്ക് ഇത്രയും മെച്യൂരിറ്റി ഉണ്ടെന്ന് എൻ്റെ പേരൻസ് അറിയിച്ചു. പക്ഷെ എന്തൊക്കെ തന്നെ ആയാലും അവളെങ്ങനെ വിട്ടുകളയാൻ ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് എൻ്റെ പേരൻസ് അവളെ പറഞ്ഞ് മനസ്സിലാക്കി അഡോപ്ഷൻ പ്രൊസീജിയേഴ്സ് പ്രൊസീഡ് ചെയ്യുക തന്നെ ചെയ്തു. എന്നിട്ട് ഞങ്ങൾ അവളെ അഡോപ്റ്റ് ചെയ്തു. പിന്നീട് അങ്ങോട്ട് ഞങ്ങൾക്ക് സന്തോഷത്തിൻ്റെ നാളുകളായിരുന്നു. ഞാനും ശിവയും നമ്മുവും ഞങ്ങളുടെ പേരൻസും കൂടി ഒരു ഹാപ്പി ലൈഫ് തന്നെയാണ് ലീഡ് ചെയ്തത്. ശിവയും നമ്മുവും ലിറ്ററലി ലൈക്ക് ട്വിൻസ്. ഇവരെവിടെ പോയാലും ഒരുമിച്ച്, എന്ത് ചെയ്താലും ഒരുമിച്ച്, അങ്ങനെ ആയിരുന്നു ഇവർ. ആൻഡ് സ്റ്റിൽ ഇറ്റ്സ് ദ സെയിം. ഇവൾ ഒരിക്കലും അവളെ തനിച്ചാക്കാറില്ല, അവൾ ഇവളെയും. അങ്ങനെ കോളേജിൽ പോയപ്പോഴായാലും ഇവർ ഒരേ കോളേജിൽ ഒരേ കോഴ്സ് എടുത്താണ് പഠിച്ചത്. സത്യം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ നമ്മു കോളേജിൽ ചട്ടമ്പിയായിരുന്നു എന്ന് വേണം പറയാൻ. ആളുണ്ടാക്കാത്ത പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു അവിടെ. പക്ഷെ അവൾ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ന്യായം അവളുടെ ഭാഗത്ത് തന്നെ ആയിരിക്കും കേട്ടോ. Excuse me? Who the bloody hell are you to teach me the way I should be talking? It's completely up to me, okay? And who gave you the permission to bully a girl? I have warned you many times that not to disturb my sister.
And still if you're doing the same, I refuse to stand by and do nothing. Oh, really? Okay, then I'll leave your sister alone. But can we make a deal? Will you come and spend a night with me, like a one-night stand? And after that, I'll never ever disturb your sister again. What do you say? ഡാ പന്ന നായിൻ്റെ മോനെ, നിന്റെ അടുത്ത് 2 അല്ല 3 അല്ല 10-25 വാർണിംഗെങ്കിലും ഞാൻ തന്നിട്ടുണ്ടാവും അവളെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന്. എന്നിട്ട് നീ അത് ചെയ്യുക മാത്രല്ല, തന്തയില്ലാത്തരം പറയുന്നുടാ നാറി. നീ ഏത് മറ്റടുത്ത കൊമ്പത്തെ പയ്യനായാലും ഈ നമ്രതയ്ക്ക് പുല്ല. ഇവളെ എൻ്റെ സിസ്റ്റർ മാത്രല്ല, ഷീ ഈസ് ലിറ്ററലി മൈ ലൈഫ്, മൈ എവറിത്തിങ്. എനിക്ക് വേണ്ടപ്പെട്ട എന്തിനെങ്കിലും ഒന്ന് തൊട്ട വേദനിപ്പിച്ച ഞാൻ ചുമ്മാ നോക്കി ഇരിക്കില്ലടച്ചേ. അപ്പൊ എൻ്റെ പൊന്നുമോനെ, ഇനി ഇതേപോലെ ഏതെങ്കിലും പെൺകുട്ടികളുടെ അടുത്ത് നീ ബിഹേവ് ചെയ്തൊന്ന് ഞാൻ അറിഞ്ഞ, അപ്പൊ നിന്റെ അന്ത്യകുദാശ ഈ നമ്രത നടത്തും. കേട്ടടാ നാറി. ഞാൻ പറഞ്ഞൊന്നും നിനക്ക് മനസ്സിലായില്ല എന്ന് എനിക്കറിയാം. ഇവിടെ ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ഈ പുന്നാര മോന്. ശിവ, നീ വന്നേ, നമുക്ക് പോവാം. അല്ലെങ്കിൽ ഈ പെണ്ണ് എപ്പോഴും എവിടെ പോയാലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിക്കോളും. മനുഷ്യന്റെ സമാധാനം കളയാനായിട്ട്. മമ്മി സീനാണല്ലോ ശിവ. മമ്മി എങ്ങനെ അറിഞ്ഞേ? വേറെ എങ്ങനെ അറിയാനാ? നിന്റെ പ്രിൻസിപ്പൾ വിളിച്ചിട്ടുണ്ടായിരുന്നു പപ്പേനെ. പപ്പേനെ വിളിച്ച പപ്പയ്ക്ക് സംസാരിച്ച പോയായിരുന്നോ? എന്തിനാ മമ്മിയുടെ അടുത്ത് പറയുന്നേ? ഞാൻ പറഞ്ഞതല്ലടി, കോൾ എടുത്തതേ നിന്റെ മമ്മിയാ. അങ്ങനെ വാക്കളവന് വേറെ ഒരു പണിയില്ലേ? ഇതിപ്പോ എന്താ ചെയ്യാ പപ്പ? എന്നോടുള്ള ദേഷ്യം മുഴുവൻ പാത്രങ്ങളോട് തീർക്കുന്നുണ്ടല്ലോ. എങ്ങനെ ഒന്ന് തണുപ്പിക്കാം? ആവൂ, എനിക്കറിയാൻ പാടില്ല. നീ എന്താന്ന് വെച്ചാ ചെയ്തോ, എന്നെ ഇതിലിടപെടുത്താൻ നിൽക്കണ്ട. പപ്പ അങ്ങനെ പറയല്ലേ, എന്റെ പപ്പ കുട്ടനല്ലേ. ഏട്ടനെങ്കിലും ഒന്ന് പറ. എന്റെ പൊന്നുമോളെ ഞാനില്ല, എന്നിട്ട് വേണം എനിക്കും കൂടി കിട്ടാനായിട്ട്. എനിക്ക് വയ്യേ. ഇനിയിപ്പോ എന്താ ചെയ്യാ ശിവ? 2 പേരും എന്നെ കൈ ഒഴിഞ്ഞല്ലോ. ഒരു വഴിയുണ്ട്, മമ്മി കാണുന്നതിന് മുന്നേ റൂമിലേക്ക് വിട്ടു. നാളെ രാവിലെ ഇറങ്ങി വന്നാ മതി. ഇനി ഓ മുങ്ങാലേ? എന്നാ പിന്നെ ഓക്കെ ബൈ. ഡി അവിടെ നിന്നോ, ഒരടി മുന്നോട്ട് വെച്ച കയ്യിലിരിക്കുന്ന ഈ പാത്രം വെച്ച് എറിഞ്ഞു വീഴ്ത്തു ഞാൻ. പെട്ടല്ലോ എൻ്റെ കൃഷ്ണ. ഹായ് മമ്മി. അവളുടെ ഒരു ഹായ്. നീ എന്തോ അടി കോളേജിൽ കാണിച്ചു കൂട്ടിയത് ചട്ടമ്പി. അവിടുത്തെ ഗുണ്ട എന്നുള്ള വിചാരം. അത് പിന്നെ അവർ ശിവയുടെ അടുത്ത് മോശമായിട്ട് പെരുമാറിയിട്ടല്ലേ? മോശമായിട്ട് പെരുമാറി നിനക്ക് എന്താടി പോയി കംപ്ലൈന്റ് ചെയ്യാൻ അറിയത്തില്ലേ? നീ ആയിട്ട് പോയി അവരെ തല്ലണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? ഓ, കംപ്ലൈന്റ് ചെയ്യാനാണെങ്കിൽ ആ കിളവൻ്റെ അടുത്തല്ലേ, അയാളുടെ അടുത്ത് കംപ്ലൈന്റ് ആയിട്ട് വലിയ കാര്യമൊന്നുമില്ല മമ്മി. കണ്ട അവൾ പറയുന്ന കണ്ട, എന്തൊരു അഹങ്കാരമാണെന്ന് നോക്ക്. ഈ ദേവേട്ടനാണ് അവളിങ്ങനെ കുഞ്ചിച്ച് വഷളാക്കിയേക്കുന്നത്. എന്റെ ജാനു, ഇനി അതും എന്റെ നെഞ്ചത്തേക്ക് ഇടില്ലേ, ഞാൻ സംസാരിക്കാം അവളോട്. മമ്മി എന്തിനാ അവളെ കുറ്റം പറയുന്നത്? അവളെ ഭാഗത്തൊരു തെറ്റുമില്ല. ദീപപ്പേ, നിങ്ങളുടെ പെണ്ണുമ്പുള്ളേനെ അടക്കി നിർത്തിക്കോ. വെറുതെ എന്റെ കൊച്ചിനെ പറഞ്ഞാലുണ്ടല്ലോ. എന്റെ പൊന്നു മക്കളെ, ഇതിപ്പോ 3ാമത്തെ കോളേജാണ് ഞാൻ നിങ്ങളെ മാറ്റുന്നത്, ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട്. ഇനിയും വേറെ കോളേജിൽ പോയിട്ട് അവിടുത്തെ പ്രിൻസിപ്പലിന്റെ കൈയും കാലൊക്കെ പോയി പിടിക്കാൻ എന്നെ കൊണ്ട് വയ്യ എൻ്റെ മോളെ. അതുകൊണ്ട് എൻ്റെ പൊന്നു മോളെ ദയവ് ചെയ്ത് ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കാതെ അവിടെ നിന്ന് ഗ്രാജുവേറ്റ് ആവണം പ്ലീസ്. എന്താ പപ്പക്കുട്ടത്? അനീതി കണ്ട പ്രതികരിക്കണമെന്ന് എന്നോട് പപ്പ എന്നല്ലേ പറഞ്ഞേക്കുന്നത്? അത്രേ ഞാൻ ചെയ്തോളൂ. അവളുടെ ഒരു അനീതി ദേ ഋതു നിർത്തിക്കോട്ടോ. ഇനി വല്ല പ്രശ്നത്തിന് നീ പോയി കഴിഞ്ഞാൽ എന്റെ കയ്യിൽ നിന്ന് നീ നല്ല വാങ്ങിക്കേ. മമ്മിക്ക് പേടിയാ മോളെ. ഒന്നാമത്തെ നീ ഒരു പെങ്കൊച്ച, എന്തെങ്കിലും പറ്റിയാലോ? നമ്മുടെ നാടല്ലത്. എന്ത് പറ്റാൻ? ഒന്ന് പോയേ മമ്മി, വെറുതെ ടെൻഷൻ ആവാതെ. നമ്മുടെ നാട്ടിലും പേടിക്കണ്ട, ഇവിടെ ഒന്നും പേടിക്കേണ്ട ഒരാവശ്യമില്ല. അത് മാത്രല്ല, എന്നെ നോക്കാനേ എനിക്കറിയാം, അതുപോലെ തന്നെ ഇവളെ നോക്കാൻ ഇവക്കും. ഞങ്ങൾക്ക് 2 പേർക്കും അത്യാവശ്യം വേണ്ട ഫൈറ്റൊക്കെ
ഞങ്ങളുടെ പപ്പക്കുട്ടനും സിദ്ധുവേട്ടനും കൂടി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് എൻ്റെ ചാനൂട്ടി വിഷമിക്കേ വേണ്ട. യു ഡോണ്ട് വറി, വി ക്യാൻ മാനേജ് നേ. ഈ പോക്ക് പോവാണെങ്കിൽ പപ്പ ഉടനെ രണ്ടിനെ മാറ്റാനായിട്ട് അടുത്ത യൂണിവേഴ്സിറ്റി കണ്ടുപിടിക്കേണ്ടി വരും പപ്പേ. സിദ്ധുവേട്ടാ, യു ടു. വെയിറ്റ് ഇപ്പൊ എന്ത് പേരാ നമ്രതനെ വിളിച്ചു എന്ന് പറഞ്ഞ്? ഋതുന്നോ? ആ അതെ, ഋതുന്ന്. അത് അവളെ ഞങ്ങളുടെ പപ്പയും മമ്മയും വിളിച്ചിരുന്ന പേരാ. പപ്പയും മമ്മ അല്ലാതെ വേറെ ആരും അവൾ ആ പേര് വിളിക്കുന്നതൊക്കെ ഇഷ്ടമല്ലായിരുന്നു. അവൾ അതിനെ അനുവദിക്കുകയുമില്ലായിരുന്നു. ഞങ്ങളെപ്പോലും അവൾ ആ പേര് വിളിക്കാൻ സമ്മതിക്കില്ലായിരുന്നു. ഓ, വെറുതെ അല്ലാതെ നമ്രതേനെ അന്ന് ഇവൻ ഋതുന്ന് വിളിച്ചപ്പോഴത്തേക്ക് നിങ്ങൾ ഞെട്ടിയത്? അതെ, അതുകൊണ്ട് തന്നെയാ പപ്പയും മമ്മയും പോയതിന് ശേഷം അവളെ ആ പേര് ആരും വിളിച്ചിട്ടില്ല. ഇത്രയും നാളുകൾക്ക് ശേഷം നവീനാണ് അവൾ ആ പേര് പിന്നെ വിളിക്കുന്നത്. അതുകൊണ്ട് അന്ന് ഞെട്ടിയത് ഞങ്ങള്. ആക്ച്വലി അത് ഞങ്ങളുടെ പപ്പയുടെ അനിയത്തിയുടെ പേരായിരുന്നു. പപ്പയുടെ മമ്മയുടെ ലവ് മാരേജ് ആയിരുന്നു. രണ്ട് വീട്ടുകാരും സമ്മതിക്കാത്തത് കൊണ്ട് അവര് പപ്പയുടെ ഏതോ ഫ്രണ്ടിന്റെ ഹെൽപ്പോടുകൂടി ഇങ്ങോട്ട് ഒളിച്ചോടി പോകുന്നതാ. ഇവിടെ വന്നതിന് ശേഷം പപ്പ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിരിക്കുന്നതും പപ്പയുടെ അനിയത്തിനെ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മുനെ പപ്പയും മമ്മയും ഋതു എന്ന് വിളിച്ചിരുന്നത്. ആക്ച്വലി പപ്പ തന്നെയാണ് അവൾക്ക് ആ പേരിട്ടതും. അവൾക്ക് അത്രയും സ്പെഷ്യലായിരുന്നു ആ പേര്. അതുകൊണ്ട് തന്നെ വേറെ ആരും അവൾ ആ പേര് വിളിക്കാൻ അവളെ സമ്മതിച്ചിട്ടില്ല. എന്തിന് ആൽവിയെ പോലും അവള് സമ്മതിച്ചിട്ടില്ല. ആൽവിയോ? അതാരാ? ആക്ച്വലി അവൾക്ക് യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അതായിരുന്നു ആൽവി. സത്യം പറഞ്ഞാൽ അവരുടെ എൻഗേജ്മെന്റ് വരെ കഴിഞ്ഞതായിരുന്നു. എന്താ പറഞ്ഞ? എൻ്റെ ഋതുവിൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു? യെസ്, ഷീ വാസ് എൻഗേജ്ഡ്, ബട്ട് ഇറ്റ്സ് ഇൻ ദ പാസ്റ്റ്. ഞങ്ങളുടെ പപ്പയും മമ്മയും പോയതിനു ശേഷം അവരായിട്ട് തന്നെ ഈ പ്രപ്പോസൽ വേണ്ടാന്ന് വെച്ചു. ഓ ഭാഗ്യം, അതെന്തായാലും നന്നായി. അല്ലെങ്കിൽ അവനായിട്ട് തന്നെ അത് മുടക്കിയേനെ. താനെന്തെങ്കിലും പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞില്ല. സിദ്ധുവേട്ടൻ പറ. യൂണിവേഴ്സിറ്റിയിലെ അന്നത്തെ ഇഷ്യൂവിന് ശേഷം പിറ്റേ ദിവസം ഇവർ യൂണിവേഴ്സിറ്റി ചെന്നപ്പോഴാണ് ആൽബി ഇവളോട് ആദ്യമായിട്ട് ചെന്ന് സംസാരിക്കുന്നത്. എക്സ്ക്യൂസ് മീ. ഹലോ, നമ്രതല്ലേ? അതെ, നമ്മളാരാ? മനസ്സിലായില്ല. ഞാൻ തൻ്റെ ഒരു ഫാനാ. ഓ, ഫാനാണോ? എന്താ ഇവിടെ ഓട്ടോഗ്രാഫ് വാങ്ങിക്കാൻ വന്നാണോ? അതൊന്നുമല്ല. സത്യം പറയാലോ, ഇന്നലത്തെ തൻ്റെ പെർഫോമൻസ് അപാരം തന്നെയായിരുന്നു. സൂപ്പർ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും ധൈര്യമുള്ള ഒരു പെൺകുട്ടീനെ കണ്ടിട്ടില്ല. അതിന് ഒന്നുമില്ല. അല്ല, കുട്ടിയുടെ ആ ധൈര്യം എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ കുട്ടീനെ. ഓ, അപ്പൊ പ്രപ്പോസൽ ആയിട്ട് വന്നാണോ? അതെ, ഒരു ചെറിയ പ്രപ്പോസൽ ആണെന്ന് കൂട്ടിക്കോ. പൊന്നു മോനെ, എനിക്കിതിനൊന്നും സമയമില്ല, ഒട്ടും താല്പര്യമില്ല. മോൻ ചെല്ലാൻ നോക്ക്. പൊക്കോ. താല്പര്യം ഇപ്പൊ ഇല്ലാന്നല്ലേ ഉള്ളൂ. അത് ഞാൻ ഉണ്ടാക്കി എടുത്തോളാം, കുഴപ്പമില്ല. അപ്പൊ എന്റെ പേര് മറക്കണ്ട, ഞാൻ ആൽവി. അപ്പൊ ശരിയെന്നാ, കാണാവേ. എന്താണ് ഞാൻ പറഞ്ഞിട്ട് പോയേ? അവന് വട്ട്. നീ വാ, നമുക്ക് ക്ലാസ്സിൽ പോവാം. പിന്നെ ആൽവി അവളുടെ പുറകെ തന്നെ ആയിരുന്നു. ആദ്യമൊക്കെ അവളും വലിയ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. പിന്നീട് എപ്പോഴോ ആൽവി അവളെ കെയർ ചെയ്യുന്ന രീതിയും അവളുടേതായ കാര്യങ്ങളിൽ അവൻ അവളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയും എല്ലാം കണ്ടപ്പോൾ അവൾക്കും ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങി അവനോട്. അല്ല, ഈ ആൽവി മലയാളിയാണോ? മലയാളിയാ. നിങ്ങൾക്ക് പറഞ്ഞറിയാൻ പറ്റും. CK ഗ്രൂപ്പ്സിന്റെ ഇപ്പോഴത്തെ MD. CK ഗ്രൂപ്പ്സിന്റെ CEO ആന്റണിയുടെയും ത്രേസിയുടെയും ഒരേ ഒരു മകൻ. ആക്ച്വലി ഞങ്ങളുടെ കമ്പനിയിലെ ബിഗ്ഗസ്റ്റ് കോമ്പീറ്റർ ആയിരുന്നു ഈ CK ഗ്രൂപ്പ്സ് ആ ടൈമിൽ. അവർക്ക് കിട്ടേണ്ടിയിരുന്ന പല കോൺട്രാക്ട്സും ഞങ്ങളുടെ പപ്പയ്ക്കാണ് കിട്ടിക്കൊണ്ടിരുന്നത്. നിങ്ങളുടെ കമ്പനിയോ? അപ്പോൾ നിങ്ങൾക്ക് കമ്പനിയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ? ഈ കോഫി ഷോപ്പ് മാത്രമല്ല? ഇല്ല, ഇത് ഞങ്ങളുടെ മമ്മയ്ക്ക് വേണ്ടി പപ്പ തുടങ്ങിക്കൊടുത്ത കോഫി ഷോപ്പാണ്. ഞങ്ങൾക്കൊരു കമ്പനി കൂടെ ഉണ്ടായിരുന്നു. പറഞ്ഞാൽ നിങ്ങൾ അറിയുമായിരിക്കും, RS എൻ്റർപ്രൈസസ്. പിന്നെ അറിയാണ്ട് ഞങ്ങൾ തന്നെ RS എൻ്റർപ്രൈസസ് ആയിട്ട് എത്ര തവണ കൊളാബ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഞങ്ങളുടെ ഒരു പ്രപ്പോസൽസും അവർ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഈ ബിസിനസ് വേൾഡിൽ തന്നെ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഒരു വലിയ കമ്പനിയല്ല RS എൻ്റർപ്രൈസസ്. അത് നിങ്ങളുടെ കമ്പനി ആയിരുന്നോ? ഞങ്ങളുടെ കമ്പനി ആയിരുന്നു, പക്ഷെ ഇപ്പോൾ അല്ല. അതെന്ത് പറ്റി? പപ്പയും അമ്മയും പോയതിനു ശേഷം ഞങ്ങൾക്ക് പിന്നെ നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് ഈ കമ്പനി. എന്തൊക്കെയോ കള്ളക്കണക്കുകളും ഉണ്ടാക്കി പപ്പ അവരുടെ നിന്ന് കടമൊക്കെ വാങ്ങിയിട്ടെന്ന് പറഞ്ഞ് ഞങ്ങളുടെ മൂന്നുണ്ടെയും കയ്യിൽ നിന്ന് എന്തൊക്കെയോ പേപ്പേഴ്സൊക്കെ സൈൻ ചെയ്ത് വാങ്ങി പപ്പയുടെ ബിസിനസ് പാർട്ട്നേഴ്സ്. അങ്ങനെ ആ കമ്പനി
അവരെല്ലാവരും കൂടി സ്വന്താക്കി. നിങ്ങളിപ്പോൾ കേസൊന്നും കൊടുത്തില്ലായിരുന്നോ? സ്വന്തം അച്ഛനും അമ്മേനെയും നഷ്ടപ്പെട്ട് 2 അനിയത്തിമാരെയും കൊണ്ട് എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം എന്ന് പതറി നിൽക്കുന്ന ഞാൻ എന്ത് കേസിന് പോകാനാണ് ആ ടൈമിൽ? അല്ല, അപ്പോൾ ആൽവി ആൽവിയുടെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം ആൽവി എപ്പോഴും അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും നല്ല ഹാപ്പി ആയിരുന്നു. അവർ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ എക്സാംസിന് തൊട്ട് മുന്നേ അവർ രണ്ടുപേരും അവരുടെ കാര്യം വീട്ടിൽ പറയുന്നത്. റിലീജിയൻസ് തമ്മിൽ ഡിഫറെൻ്റ് ആയിരുന്നെങ്കിലും 2 വീട്ടുകാർക്കും അവരുടെ ബന്ധത്തിനോട് വലിയ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവരുടെ മാരേജ് ഫിക്സ് ആക്കി. തൽക്കാലത്തേക്ക് ഒരു എൻഗേജ്മെൻറ്റും നടത്തി. ബിസിനസ് ഫീൽഡിൽ എതിരാളികളായിരുന്നിട്ടും ആൻ്റണി സാർ മാരേജിന് സമ്മതിച്ചത് ഞങ്ങൾക്ക് അപ്പോഴും ഒരു അത്ഭുതം തന്നെയായിരുന്നു. പിന്നെ ഒരേ ഒരു മകനല്ലേ, മകൻ്റെ താല്പര്യത്തിനെതിരെ നിൽക്കാത്തത് കൊണ്ടാകാമെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. അതിനിടയിൽ ആൻ്റണി സാറ് എന്തോ ബിസിനസ് കൊളാബറേഷനെ പറ്റി പപ്പയെടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പപ്പ അതിന് താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. അങ്ങനെ കൊച്ചു കൊച്ചു ഇണക്കങ്ങളും പിണക്കങ്ങളും കേട്ട് ഞങ്ങളുടെ ഫാമിലി ഹാപ്പി ആയിരുന്നു. പക്ഷേ എല്ലാ സന്തോഷവും എക്കാലത്ത് നിലനിൽക്കില്ല എന്നല്ലേ പറയാറ്. അതുപോലെ തന്നെ ഞങ്ങളുടെ സന്തോഷവും അധികം നാളുണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശിവയുടെയും നമ്മുടെയും ഗ്രാജുവേഷൻ കഴിഞ്ഞ ടൈമിൽ ഇവരും കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് പപ്പയുടെ ഒരു ബിസിനസ് പാർട്ട്ണറിൻ്റെ മകൻ്റെ മാരേജ് ഫംഗ്ഷൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അന്ന് എനിക്കും ശിവയ്ക്കും ഫുഡ് പോയ്സൺ ആയതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പോകാൻ പറ്റിയില്ലായിരുന്നു. ഞങ്ങളില്ലാത്തതുകൊണ്ട് നമ്മും വരുന്നില്ല എന്ന് പറഞ്ഞതാ. പക്ഷേ പപ്പയും അമ്മയും അവളെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയി. പക്ഷെ ഞങ്ങൾക്കറിയില്ലായിരുന്നു അന്ന് ഞങ്ങളുടെ എല്ലാ സന്തോഷങ്ങളും അവസാനിക്കുന്ന ദിവസമായിരുന്നു എന്ന്. ആ ഫംഗ്ഷൻ കഴിഞ്ഞ് തിരിച്ചു വരുന്ന ടൈമിൽ അവരുടെ കാറ് ആക്സിഡൻ്റായി. ആ ആക്സിഡൻറ്റിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പപ്പയും അമ്മയും നഷ്ടപ്പെട്ടു. ഞങ്ങളുടെ നമൂനെങ്കിലും ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയത് ദൈവാനുഗ്രഹം കൊണ്ട് മാത്രം. ബട്ട് സ്റ്റിൽ അവൾക്ക് ആ ഒരു ഷോക്കിൽ അവളുടെ സംസാരശേഷി നഷ്ടപ്പെട്ടു. ഞങ്ങളുടെ നമ്മൂന് അതൊരു വലിയ ഷോക്ക് തന്നെയായിരുന്നു. അവള് അന്നും ഇന്നും എപ്പോഴും പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നൊരു കാര്യമുണ്ട്. അവളുടെ ദോഷം കൊണ്ടാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ പപ്പയും അമ്മയും നഷ്ടപ്പെട്ടതെന്ന്. അവൾ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ പപ്പയും അമ്മയായിട്ട് ഹാപ്പി ആയിട്ട് ഇരുന്നാനെന്നൊക്കെ ഒരുപാട് തവണ ഞങ്ങൾ രണ്ടുപേരും അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു അതങ്ങനെയല്ല എന്നുള്ളത്. പക്ഷേ അവളത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരുന്നില്ല. നിങ്ങൾക്കറിയോ, ഞാനും ശിവയും ഇപ്പോൾ രാത്രിയിൽ ഉറങ്ങുന്നത് പോലും പേടിച്ചിട്ടാ. കാരണം ആ സമയത്തൊക്കെ അവൾ പലപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അവളുടെ ദോഷം കാരണം അവൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ട്. ഒരു കണക്കിനാണ് ഞാനും ശിവയും അവളെ കണ്ടെത്തി തിരിച്ചു കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവളെ ഒരു നിമിഷം പോലും ഒറ്റയ്ക്കാക്കാൻ ഞങ്ങൾക്ക് പേടിയാ. അല്ല, അപ്പോൾ നമ്രതയ്ക്ക് ഇനി ഒരിക്കലും സംസാരിക്കാൻ പറ്റില്ല? അവളുടെ സംസാരശേഷി തിരിച്ചു കിട്ടില്ല? സംസാരശേഷിയൊക്കെ തിരിച്ചു കിട്ടുമോ? പക്ഷെ അതിന് അവളും കൂടി കോപ്പറേറ്റ് ചെയ്യണം. ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അവൾക്ക് പഴയ പോലെ സംസാരിക്കാൻ കഴിയുമെന്ന് ഡോക്ടർ പറഞ്ഞതാ. പക്ഷെ അത് അവളായിട്ട് വേണ്ടാന്ന് വെച്ചേക്കുന്നതാ. അതെന്തുകൊണ്ടാ ഋതു ട്രീറ്റ്മെൻറ്റിന് സമ്മതിക്കാത്തേ? പപ്പയും അമ്മയും മരിച്ചത് അവളുടെ ദോഷം കൊണ്ടാണെന്നുള്ളൊരു ചിന്ത. ആ ഒരു റിഗ്രറ്റ് കാരണം അവൾ അവളെ തന്നെ ശിക്ഷിക്കുന്ന രീതിയായത്. ഞങ്ങൾ രണ്ടുപേരും പറയാവുന്നതിൻ്റെ മാക്സിമം പറഞ്ഞു നോക്കി. പക്ഷേ എന്ത് പറഞ്ഞിട്ടും അവൾ സമ്മതിക്കുന്നില്ല. അല്ല, അപ്പോൾ ആൽവി സംസാരിക്കാൻ കഴിവില്ലാത്ത കുട്ടീനെ അവനും അവൻ്റെ പേരൻസിനും അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടത്രേ. അതുകൊണ്ട് അവരായിട്ട് തന്നെ വീട്ടിൽ വന്ന് എൻഗേജ്മെൻറ്റ് ബ്രേക്ക് ചെയ്തിട്ടും പോയതാ. നമ്മു, നീ എന്താ ട്രീറ്റ്മെൻറ്റിന് സമ്മതിക്കാത്തേ? ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് സംസാരിക്കാൻ പറ്റുന്ന ഡോക്ടർ പറഞ്ഞതല്ലേ, പിന്നെ എന്തെങ്കിലും വാശി പിടിച്ചിരിക്കുന്നേ? ഉഫ്, എന്തെങ്കിലും ഒന്ന് പറ നമ്മു. ഓ ഷിറ്റ്, ഇതാണിപ്പോൾ നമ്മുടെ പ്രശ്നം. നമുക്കിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തന്നെ നല്ല ബുദ്ധിമുട്ടാണ്. എനിക്കും എൻ്റെ പേരൻസിനും എന്തെങ്കിലും പറയണമെങ്കിൽ ഞങ്ങൾ എങ്ങനെ നീയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? നീ പറയുന്നത് ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? സി നമ്മു, ഐ ഡോണ്ട് തിങ്ക് ദിസ് ഗോയിങ് ടു വർക്ക് ഔട്ട്. ലെറ്റ്സ് എൻഡ് ദിസ്. ചെറ്റകൾ, പറഞ്ഞ വാക്കിന് വിലയില്ലാത്തവർ. ഒരു അപകടം ഉണ്ടാവുമ്പോൾ സ്നേഹിച്ച പെണ്ണിനെ ഉപേക്ഷിക്കണം വേണ്ടിങ്ങനെ. എല്ലാവരുടെ ലൈഫിലും ഓരോന്ന് സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ തീരുമാനങ്ങൾ അനുസരിച്ചല്ലേ മനു? ഞങ്ങൾക്ക് വിധിച്ചിട്ടുണ്ടാവുന്നത് ഇങ്ങനെ ഒരു ജീവിതമായിരിക്കും.
ഇപ്പൊ താൻ എന്ത് പറയുന്നു? ഇതെല്ലാം കേട്ടിട്ട് ഇനിയും തനിക്ക് അവളെ വേണമെന്ന് തോന്നുന്നുണ്ടോ? വേണം, എനിക്ക് വേണം അവളെ, എൻ്റെ ഋതുവിനെ. വേറെ ആരൊക്കെ ഒക്കെ ഇല്ലെന്ന് പറഞ്ഞാലും ഞാനുണ്ടാവും എന്നും അവളുടെ കൂടെ. ഞാൻ നോക്കും അവളെ പൊന്നുപോലെ. ഇനി ഒന്നിനു വേണ്ടിയും ആർക്കു വേണ്ടിയും ഞാൻ അവളെ വിട്ടു കൊടുക്കില്ല. നിങ്ങൾ നോക്കിക്കോ, അവളെ മാറ്റിയെടുക്കും ഞാൻ. നിങ്ങളുടെ പഴയ നാമവുമായിട്ട് തിരിച്ചു തരും ഞാൻ അവളെ. അവളെ കൊണ്ട് ട്രീറ്റ്മെന്റിന് സമ്മതിപ്പിക്കും ഞാൻ. എനിക്ക് ഉറപ്പുണ്ട്, എൻ്റെ സ്നേഹം കണ്ടില്ല എന്ന് നടിക്കാൻ എൻ്റെ ഋതുവിനാവില്ല. സിദ്ധുവേട്ടാ, ഞാൻ തിരിച്ചു തരും നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ കാന്താരി നമ്രതേന. ഇത് നവീൻ്റെ വാക്കാ. നവി, വിശ്വസിക്കാവോ എനിക്ക് നിന്നെ? ഓ, അവനെ 101% വിശ്വസിക്കാൻ സിദ്ധുവേട്ടാ, അതിന് ഞാൻ ഗ്യാരണ്ടി. തന്നെ ഒട്ടും വിശ്വസിക്കാൻ കൊള്ളില്ല. അപ്പോഴല്ലേ താൻ ഗ്യാരണ്ടി നിൽക്കുന്ന ആള്. ഓ, ഇവള് സമ്മതിക്കൂല. ഇതിനെ ഞാൻ എങ്ങനെ ജീവിതകാലം മുഴുവൻ സഹിക്കും എൻ്റെ ഭഗവാനെ? എന്താ വെള്ളം പൊഴിഞ്ഞായിരുന്നോ? ഓ, ഒന്നുമില്ലേ. നവി, നീ ചെല്ലടാ. അവളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാ ഞങ്ങളുടെ കോഫി ഷോപ്പിനോട് അടുത്തായിട്ട് അവൾക്കൊരു ഫ്ലവർ ഷോപ്പും കൂടി ഇട്ട് കൊടുത്തേ. അവൾക്ക് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് പണ്ടേ ഒരു ക്രേസായിരുന്നു. ഇപ്പം അവള് ഡെലിവറിയൊക്കെ കൊടുത്തിട്ട് തിരിച്ച് വന്ന് കാണും. അവിടെ ഷോപ്പിലുണ്ടാകും. നീ ചെല്ല അവളുടെ അടുത്തേക്ക്. ശിവ, ഒന്നെൻ്റെ കൂടെ വരാവോ? എനിക്ക് ഋതുവായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ടാണ്. കുറച്ച് ടൈം തന്നു കഴിഞ്ഞാൽ ഞാൻ ഈ സൈൻ ലാംഗ്വേജ് ഒക്കെ പഠിച്ചോളാം. പക്ഷെ അതുവരെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്, ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു മീഡിയേറ്ററായിട്ട് ഒന്ന് വരാവോ? പിന്നെ അതിനെന്താ, നവിവാ. ചിരിക്കുന്നു. ഇവക്ക് ചിരിക്കാനൊക്കെ അറിയാമായിരുന്നു. ഞാനൊരു മാസം കൊണ്ടുള്ള പുറകെ നടന്നിട്ട് ഇതുവരെ ഉള്ള ചിരി കാണാൻ പറ്റിയിട്ടില്ല. അതവനൊരു മിനിറ്റ് കൊണ്ട് സാധിച്ചെടുത്തല്ലോ. എന്നാലും ഇതങ്ങനെ. നമു, ഇതാരാന്ന് നോക്കി. ചിരപ്രണയമേ പ്രണയമേ അണയുമോ അരികിലായി നീലാഞ്ജന കണ്ണഴകേ നീഹാര നിലാവഴകേ നീ എന്നിണ കാമിനിയേ കൺമണിയേ നിന്നോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു നവീന്. അതുകൊണ്ടാണ് കൂട്ടിക്കൊണ്ടു വന്നേ. എന്ത് സംസാരിക്കാനാ? എനിക്കൊന്നും കേൾക്കാൻ താല്പര്യമില്ല. എടോ നമ്രത, തൻ്റെയും ഇവരുടെയും കാര്യങ്ങളൊക്കെ സിദ്ധേട്ടനും ശിവയും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. എല്ലാം അറിഞ്ഞിട്ടും എനിക്ക് തന്നോടുള്ള ഇഷ്ടത്തിന് ഒരു കുറവും വന്നിട്ടില്ലടോ. തന്നെ ആദ്യം കണ്ടപ്പോൾ എനിക്ക് തോന്നിയ അതേ അളവിലുള്ള ഇഷ്ടം ഇപ്പോഴും ഉണ്ട്. ഇനി ഒരല്പം കൂടിയാലേ ഉള്ളൂ. അതൊരിക്കലും എന്തായാലും കുറയില്ല. തനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണോ. ഞാൻ ഒരിക്കലും ഒരാൾക്ക് വേണ്ടി തന്നെ ഇട്ടിട്ട് പോകില്ല. ഏതൊരു സിറ്റുവേഷനിലും ഞാൻ കൂടെ ഉണ്ടാവും തൻ്റെ. പ്ലീസ് ടോ, എൻ്റെ ഇഷ്ടം കണ്ടില്ല എന്ന് നടിക്കരുത്. എനിക്ക് അത്രയ്ക്കും തന്നെ ഇഷ്ടമായതുകൊണ്ടല്ലേ. പിന്നെ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യം ഓർത്തൊന്നും താൻ പേടിക്കണ്ട. എത്ര നാളെടുത്തിട്ടാണെങ്കിലും ഞാനത് പഠിച്ചോളാം. സൈൻ ലാംഗ്വേജ് ഞാൻ പഠിക്കും. എന്നെ ഇഷ്ടമാണെന്നൊന്ന് പറയോടൂ. ടൈം എടുത്തിട്ടാണെങ്കിലും എന്നെ ഇഷ്ടമാണെന്നൊന്ന് പറഞ്ഞാൽ മതി. തനിക്ക് എന്നോട് ആദ്യം തോന്നിയത് ചിലപ്പോൾ സത്യസന്ധമായ ഇഷ്ടമായിരിക്കാം. പക്ഷെ ഇപ്പം തനിക്ക് എന്നോടുള്ളത് വെറും സിമ്പതിയാണ്. എൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴുള്ള സിമ്പതി മാത്രം. അല്ലാതെ ഇതിനൊരിക്കലും ഇഷ്ടമെന്ന് പറയാൻ പറ്റില്ല. താൻ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് തന്നോട് ഒരിക്കലും അങ്ങനൊരു ഫീലിങ്സ് തോന്നില്ല. എനിക്കിപ്പോൾ റിലേഷൻഷിപ്പിനോടോ മാരേജിനോടോ ഒന്നിനോടും ഒരു താല്പര്യമില്ല. വെറുതെ എൻ്റെ പുറകെ നടന്ന് തൻ്റെ നല്ല ഭാവി കൂടി നശിപ്പിക്കരുത്. ദയവ് ചെയ്ത് പോയി തരണം. ഇനി പുറകെ നടന്ന് ഞങ്ങളെ ശല്യം ചെയ്യരുത്. ഇതെൻ്റെ ഒരു റിക്വസ്റ്റ് ആയിട്ട് കൂട്ടിയാൽ മതി.